ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത് നല്ല ഭംഗിയുള്ള കുറച്ച് വില്ലകളാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ എൻട്രൻസ് കണ്ടാൽ തന്നെ അറിയാം, ഒരു ഗേറ്റഡ് വില്ലയ്ക്കകത്ത് സ്ഥിതി ചെയ്യുന്ന കുറച്ച് വില്ലകളാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഈ ഒരു സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിൽ സൗത്ത് വാഴക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്നൊക്കെ വെറും 900 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, സൗത്ത് വാഴക്കുളം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പീസ്ഫുൾ ആയിട്ടും സൈലന്റ് ആയിട്ടും ഒക്കെ നമുക്ക് ജീവിക്കാൻ പറ്റിയ നല്ല അറ്റ്മോസ്ഫിയർ ആണ്. അപ്പൊ ഈ ഒരു കാണുന്ന വീടിന്റെ എൻട്രൻസും ഇതിനകത്ത് കാണുന്ന വില്ലകളുടെ എലിവേഷനും ഒക്കെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ ഇപ്പോഴേ തന്നെ ഇതിന്റെ വില എത്രയാണെന്നുള്ളത് നിങ്ങളൊന്ന് ഗസ് ചെയ്യേണ്ട. കാരണം നിങ്ങളുടെ പോക്കറ്റിന് കംഫർട്ടായിട്ട് നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന നല്ല ആർക്കിടെക്ചറൽ വില്ലകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. പൂർണ്ണമായും വാസ്തുപരമായിട്ടൊക്കെ തന്നെ നല്ല ആർക്കിടെക്ചറൽ ഡിസൈനിലൊക്കെയാണ് ഈ കാണുന്ന വീടുകൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിതിന്റെ ഈ റോഡിൽ നിന്നൊക്കെ തന്നെ തുടങ്ങാം. നമ്മുടെ ഈ വില്ലകളിലേക്ക് വരുന്ന വഴി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇതുപോലുള്ള ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ചിട്ടാണ് ഈ കാണുന്ന വഴികളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു എൻട്രൻസിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ ആയിട്ട് മെയിൻ എൻട്രൻസ് നിങ്ങൾ ഏകദേശം കണ്ടു. നമ്മൾ ഈ അവിടുന്ന് റോഡിൽ നിന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ ഒരു ഗേറ്റും ഒരു കോമൺ ഏരിയ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് തന്നെ നമുക്ക് ആദ്യം ഒന്ന് കണ്ടിട്ട് പോകാം. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു മതിൽ കഴിഞ്ഞാൽ ഒരു ചെറിയ സ്പേസ് നമുക്ക് ഇവിടെ കാണാം. ഇത് നോക്കിയാൽ നമുക്കൊന്ന് ഇടയ്ക്ക് ഒന്ന് വന്ന് ഈവനിങ് ടൈമുകളിലൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യണമെങ്കിൽ, കുട്ടികളായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ ഒരു കോമൺ ഏരിയ അവരിവിടെ ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടൊരു സിമെന്റ് ബെഞ്ചൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ പാകിയിട്ട് തന്നെ നല്ല പ്ലാന്റ്സ് ഒക്കെ പിടിപ്പിച്ചിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തിന് അടുത്തായിട്ട് തന്നെയാണ് നമുക്കൊരു കോമൺ കിണർ ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ 4 വില്ലകളിലേക്കുള്ള ഡ്രിങ്കിങ് വാട്ടറിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു വലിയ കിണറാണ്. ഈ കിണറാണ് നമുക്ക് എല്ലാ വില്ലകളിലേക്കും ഒരു വാട്ടറിന് വേണ്ടിയിട്ട് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. മറ്റൊരു ഓപ്ഷൻ നമുക്കുള്ളത് ഇവിടെ KWയുടെ വാട്ടർ കൂടിയാണ്. അപ്പൊ വെള്ളത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിന്റെ മെയിൻ എൻട്രൻസിലേക്ക് പോകാം. അപ്പോൾ ഇതിന്റെ ഒരു ഗേറ്റഡ് എൻട്രൻസ് നിങ്ങൾ കണ്ടു. നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഗേറ്റ് ആണ് ഈ ഒരു മെയിൻ എൻട്രൻസിൽ അവർ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഗേറ്റ് കടന്ന് ഈ വില്ലയുടെ അകത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം 4 വില്ലകളാണ് ഇവിടെ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഈ വില്ലകളുടെ ഒരു സ്പെസിഫിക്കേഷൻ ഒക്കെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏകദേശം 1650 സ്ക്വയർ ഫീറ്റ് തുടങ്ങി 2300 വരെയുള്ള സ്ക്വയർ ഫീറ്റുകളുള്ള 4 വീടുകളാണ്. ഓരോ വില്ലകൾക്കും സ്ക്വയർ ഫീറ്റ് വൈസ് വ്യത്യാസങ്ങളുണ്ട്, റേറ്റ് വൈസും വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇതിന് 1650 സ്ക്വയർ ഫീറ്റിലുള്ള വീടൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല കുറഞ്ഞ റേറ്റിൽ തന്നെയാണ് ഈ ഭംഗിയുള്ള ഡിസൈനും എലിവേഷനോട് കൂടി വീട് സ്വന്തമാക്കാൻ പറ്റുന്നത്. ഇതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതിനകത്ത് കാണുന്ന ഓരോ വില്ലകളിലും 2 വാഹനങ്ങൾക്ക് വെച്ച് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ എല്ലാ വില്ലകളുടെയും ഈ ഒരു നിങ്ങൾക്ക് പുറത്തൊക്കെ നോക്കിയാൽ കാണാം, അത്യാവശ്യം നല്ല ഭംഗിയായിട്ടൊക്കെയാണ് ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത്. നമുക്ക് മെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് ഒരു വാഹനത്തിനും ഈ കാണുന്ന ഒരു ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വാഹനത്തിനും കൂടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. ഇതിന്റെ ഈ ഒരു കോമൺ ഈ കാണുന്ന റോഡൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഭംഗിയായിട്ട് തന്നെ സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് നല്ല നീറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കാർ പോർച്ചിന്റെ വരുന്ന ഏരിയ ആണെങ്കിലും കോമൺ ഉള്ള ഈ റോഡൊക്കെ ആണെങ്കിലും ഭംഗിയായിട്ടൊരു നീറ്റ് ആയിട്ടൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 4 വില്ലകൾ നിങ്ങൾ കണ്ടു കാണും, വളരെ ഭംഗിയായിട്ടുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് എലിവേഷൻ ഒക്കെ നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടും അട്രാക്റ്റീവ് ആയിട്ടും ഒക്കെ ഉള്ള വളരെ നല്ല ഭംഗിയായ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളും ഒക്കെയാണ് എലിവേഷനിൽ കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് ആണെങ്കിലും വളരെ ആവശ്യത്തിനുള്ള സ്ഥലങ്ങളിൽ ആവശ്യത്തിനുള്ള ഫിറ്റിംഗ്സ് മാത്രമൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ 4 വില്ലകളിലും നമുക്ക് ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്നാലും ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ഒരു വില്ല പരിചയപ്പെടാം. അത്യാവശ്യം കുറച്ച് സൗകര്യങ്ങളൊക്കെ കൂടുതലുള്ള ഒരു വില്ലയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ റേറ്റ് ഞാൻ ലാസ്റ്റ് എല്ലാ വില്ലകളിലും നിങ്ങൾക്ക് പറഞ്ഞുതരാം.
അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വില്ല വന്നിട്ടാണെങ്കിൽ 2300 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വില്ലയാണ്. ഇതിന്റെ സ്ഥലം എന്ന് പറയുന്നത് 5.5 സെന്റ് ആണ്. 5.5 സെന്റിൽ 2300 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന ഈ വില്ലയുടെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതിന്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാം, നമുക്ക് 2 വെഹിക്കിളുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ അവർ പുല്ലൊക്കെ പിടിപ്പിച്ചിട്ട് വളരെ ഭംഗിയാക്കിയിട്ടാണ് ഇതിന്റെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വില്ലയുടെ എലിവേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലൈറ്റ് ഗ്രേ കളറൊക്കെ ആയിട്ടാണ് വീടിന് എലിവേഷൻ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കി പോകാൻ തോന്നുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു എലിവേഷനാണ് വീടുകൾക്കെല്ലാം തന്നെ അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടുന്ന് ഈ ഒരു പോർഷൻ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ സ്റ്റോൺസ് വിരിച്ചിരിക്കുകയാണ്. ഈ ഇതിന്റെ സ്റ്റോൺസ് വിരിച്ചിരിക്കുന്നത് ഒരു പോർഷൻ കഴിഞ്ഞാൽ പിന്നെ ബാക്ക് സൈഡിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ വീടിന്റെ ചുറ്റിനും ഒരാൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ബാക്ക് സൈഡ് ഒക്കെ തന്നെ അവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇതുപോലെ തന്നെയാണ് റൈറ്റ് സൈഡും വരുന്നത്. നമുക്ക് ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഒക്കെ ഇട്ടിട്ടാണ് റൈറ്റ് സൈഡിലുള്ള ആ ഭാഗവും അവർ ചെയ്തിരിക്കുന്നത്. ഓരോ വില്ലകളും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് അവർ ഇതുപോലുള്ളൊരു ഹാഫ് വോള് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈവസിക്ക് യാതൊരു തടസ്സവും തന്നെ വരുന്നില്ല. ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീടിന്റെ റൈറ്റ് സൈഡാണ്. അവിടെയും ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ ബേബി മെറ്റലൊക്കെ വിരിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് എൻഡിലാണ് ചെന്നെത്താൻ പറ്റുന്നത്. ഈ ലെഫ്റ്റും റൈറ്റും ചെന്നെത്തുന്ന ഭാഗത്തും ബാക്ക് സൈഡിലൂടെയും നമുക്ക് കടന്നു പോകാനുള്ള സ്പേസ് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫ്ലോറുകളുടെ ആണെങ്കിലും വോൾ ടൈലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനിലും ഇതൊക്കെയാണ് കളറൊക്കെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ഇതിന്റെ സിറ്റ് ഔട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നല്ല വീതിയിലും നീളത്തിലും ഒക്കെയാണ് സിറ്റ് ഔട്ട് നമുക്ക് കിട്ടുന്നത്. ഒരു ബ്ലാക്ക് കളറിൽ ചെറിയ വൈറ്റ് ഡിസൈൻ വരുന്നത് പോലെയുള്ള ഒരു ഗ്രാനൈറ്റ് ആണ് ഈ ഭാഗത്ത് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് സ്ഥിതി ചെയ്യുന്ന 4 വില്ലകളാണുള്ളത്. ഇതിന്റെയൊക്കെ ദർശനം, അതായത് ഫേസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വില്ലകൾ വന്നിട്ട് ഈസ്റ്റിലേക്കും ബാക്കിയുള്ള 2 വന്നിട്ട് വെസ്റ്റിലേക്കും ഫേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ വീടിന്റെ ഫേസിങ് കിട്ടുന്നത്. അപ്പൊ ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീടിന്റെ ഡോറാണ്, മെയിൻ ഡോറാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വുഡുകളെല്ലാം മെയിൻ ആയിട്ട് വന്നിട്ട് ജാക്ക് വുഡിലും അതുപോലെ തന്നെ ടീക്ക് വുഡിലും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറൊക്കെ വന്നിട്ട് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. കട്ടിലൊക്കെ വന്നിട്ട് ആഞ്ഞിലി അങ്ങനെയൊക്കെ ആയിട്ടാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മെയിൻ ഡോർ നമുക്ക് തുറക്കുമ്പോൾ തന്നെ ഇതിന്റെ ആ ഒരു വെയിറ്റ് നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്യുന്നുണ്ട്. തുറക്കുന്ന സമയത്ത് നമുക്കറിയാം, നല്ലൊരു ഭയങ്കര ഒരു ഹാർഡായിട്ട് നല്ല വെയിറ്റ് ആയിട്ടുള്ള ഒരു ഡോർ തുറക്കുന്ന ഫീൽ തന്നെയാണ് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നത്. നമ്മൾ ആദ്യം തന്നെ ഡോർ തുറന്ന് വന്നിരിക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇതിന്റെ ഒരു ടൈല് തന്നെ നമുക്ക് ആദ്യം നോക്കാം. നല്ല ഭംഗിയായിട്ട് നീളത്തിലുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ലൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡ് വരുന്ന കളറാണ് ഇവിടുത്തെ ടൈൽസ് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ടൈലിന്റെ കളറും വോളിന്റെ കളറും എല്ലാം വളരെ മാച്ച് ആയി പോകുന്ന രീതിയിൽ തന്നെ വളരെ സ്യൂട്ടായ ഒരു കളർ തന്നെയാണ് റൂമിനകത്തെല്ലാം തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിലേക്ക് നമ്മൾ നേരെ കടന്നു വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് കാണാവുന്നതാണ്. അതുകൂടാതെ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഒരു വലിയ ഓപ്പണിംഗുമാണ് കൊടുത്തിരിക്കുന്നത്. ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പേസ്, ലിവിംഗ് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയയാണ് ലിവിംഗിനായിട്ട് ഇവിടെ കിട്ടുന്നത്. നമുക്ക് TV സ്റ്റാൻഡൊക്കെ ഈ ഒരു ഭാഗത്ത് വെക്കുന്ന സമയത്ത്, TV യൂണിറ്റ് അവിടെ വെക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ നമുക്കൊരു ഡിസ്റ്റൻസ് ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഡൈനിങ് സ്പേസിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ മൾട്ടി വുഡ് കൊണ്ടുള്ള ഒരു പാർട്ടീഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഒരുപാട് ഓപ്പൺ ഷെൽഫുകളൊക്കെ ആയിട്ടുള്ള ഒരു പാർട്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ലിവിംഗ് സ്പേസിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നല്ല ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡ് ആയ രീതിയിലുള്ള വർക്കുകളാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. വുഡൻ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റിനുമായിട്ട് LED സ്ട്രിപ്പുകളും LED ലൈറ്റ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടാണ് ഫോൾ സീലിംഗ് വർക്കുകൾ അവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു സ്പേസിലേക്ക്, ലിവിംഗ് കഴിഞ്ഞ് വരുന്ന സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗത്ത് നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അവിടെ ഒരുപാട് സ്പേസ് കിടക്കുന്നുണ്ട്. നമുക്ക് ബാക്കിയുള്ള ഏരിയ വേണമെന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ വീട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ സാധനങ്ങളെല്ലാം തന്നെ ഇങ്ങനെ മെസ്സിയായി കിടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കും അത് എന്തുകൊണ്ടാണെന്ന്. ബിക്കോസ് ഈ വില്ലയുടെ 90% വർക്കുകളാണ് കംപ്ലീറ്റഡ് ആയിട്ടുള്ളത്. വളരെ കുറച്ച് വർക്കുകളും കൂടെ നമുക്ക് ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് വർക്ക് കഴിഞ്ഞ സാധനങ്ങളൊന്നും ഇവിടെ മാറ്റാത്തത്. അപ്പൊ ഇതുപോലെയുള്ള ഓപ്പൺ വില്ലകൾക്ക്, ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ വരുന്ന വില്ലകൾക്ക് ഒരുപാട് ആവശ്യക്കാരുള്ളത് കൊണ്ടാണ് ഇതിന്റെ വർക്ക് കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വന്നിട്ട് ഇതിന്റെ വീഡിയോ എടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ സമയം കളയാതെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവരും മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. അപ്പൊ നമുക്കിനി ഡൈനിങ് സ്പേസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഡൈനിങ്ങിനുള്ള സ്പേസ് കിട്ടുന്നത്. ഒരു ഏകദേശം ഒരു 5 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിൽ കിട്ടുന്നത്. ഡൈനിങ്ങിന്റെ റൂഫിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം അത്യാവശ്യത്തിന് ഭംഗിയുള്ള വർക്കുകളൊക്കെ തന്നെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ലിവിംഗ് സ്പേസിൽ കണ്ട സെയിം വർക്ക് തന്നെയാണ് ഈ ഒരു ഭാഗത്തും അവർ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് നമുക്ക് ബെഡ്റൂമുകൾ കിട്ടുന്നത്. ഈ ഭാഗത്തുള്ളൊരു ബെഡ്റൂം തന്നെ നമുക്ക് ആദ്യം കാണാം. ബെഡ്റൂമിന്റെ ഡോറിന്റെ ഡിസൈൻ ഒക്കെ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് ചുറ്റിലും നോക്കിയാൽ കാണാം ധാരാളം വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള വലിയൊരു വിൻഡോ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നല്ല വെളിച്ചമാണ് വീടിനകത്തേക്ക് കടന്നു വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡും വുഡ് കളറും കൂടെ വരുന്ന കോമ്പിനേഷനിലായിട്ടാണ് അവരിവിടെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്ത് ചെറിയൊരു ടേബിൾ ഫെസിലിറ്റി കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡോറിന്റെ ഒക്കെ ഒരു ഡിസൈൻ വന്നിട്ട് ഇതുപോലെ തന്നെയാണ്. ഒരു വുഡ് കളർ ആണ് ഒരു മെയിൻ ആയിട്ട് ഡോറിന് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ലൈൻസ് ഒക്കെ വരുന്ന ഒരു ഡിസൈൻ ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു സാനിറ്ററി ഫിറ്റിംഗ്സ് എല്ലാം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോബലിന്റെയും അതുപോലെ തന്നെ ജാഗ്വാറിന്റെ ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ് ബാത്റൂമിനകത്തുള്ള ടൈലുകൾക്കൊക്കെ ആയിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ താഴെയുള്ള ഒരു ബെഡ്റൂം നമ്മൾ കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഡൈനിങ്ങിന്റെ ഒക്കെ സ്പേസിൽ നമുക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഡൈനിങ് സ്പേസ് കഴിഞ്ഞ് നമ്മൾ ബാക്കി വരുന്ന സമയത്ത് ഇവിടേക്കാണ് കിച്ചൺ വരുന്നത്. ഇങ്ങോട്ടേക്കുള്ള ഒരു പാസേജ് ഒക്കെ ഒട്ടും കൺജസ്റ്റഡ് അല്ലാതെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷിംഗ് ഏരിയ വരുന്നത്. അത്യാവശ്യത്തിന് നല്ല ഭംഗിയുള്ളൊരു വാഷ് ബേസിനൊക്കെയാണ് അവരുടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ടും നല്ല ഭംഗിയുള്ളൊരു ടൈലൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെയുള്ള ഭാഗത്താണെങ്കിലും ചെറിയ കബോർഡായിട്ടൊക്കെ കൺവെർട്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ കോർട്ട്യാർഡ് സ്പേസ് കിട്ടുന്നുണ്ട്. കുറച്ച് താഴേക്കായിട്ട് ഡീപ്പായിട്ട് ചെയ്തിട്ട് കുറച്ച് ഹൈറ്റിലേക്കൊക്കെ വരുന്ന രീതിയിൽ നമുക്ക് ഓപ്പൺ കോർട്ട്യാർഡ് സ്പേസ് കൂടെ ഇവിടെ കിട്ടുന്നുണ്ട്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന 2 വലിയ വിൻഡോസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മുകളിലുള്ള വർക്കുകളൊക്കെ കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു ഭാഗം വരെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓൾറെഡി നമ്മൾ കണ്ടതുപോലുള്ള ആ ഒരു സെയിം വർക്കൊക്കെയാണ് ഈ ഒരു ഭാഗത്തേക്കും കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. നമുക്കിനി ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം കാണാനുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ ഡോറുകളൊക്കെ സെയിം പാറ്റേൺ ആയതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ഈ ഒരു ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തും ഇവിടെയൊക്കെ ആയിട്ടാണ് നമുക്ക് വിൻഡോസ് വരുന്നത്. അതുകൂടാതെ ആ ഒരു ലെഫ്റ്റ് സൈഡിലും ഒരു വിൻഡോ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വാർഡ്രോബ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റൂമിന്റെ ആ ഒരു സ്പേസിനെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് നമുക്കൊരു നല്ല രീതിയിൽ ഡബിൾ കോട്ട് കട്ടിലിടാവുന്ന സ്പേസ് എല്ലാ റൂമുകളിലും തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സെയിം വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിന്റെ റൂഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ കളർ കോമ്പിനേഷൻസ് ഒക്കെയാണ് എടുത്തു പറയേണ്ടത്. നല്ല സ്റ്റാൻഡേർഡ് ആയ രീതിയിലുള്ള കളർ കോമ്പിനേഷനുകളാണ് വോളിലും റൂഫിലും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമുള്ള മിനിമൽ വർക്കുകളാണ് റൂഫിലൊക്കെ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുമ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഷെയ്ഡിലുള്ള ടൈലാണ് ഈ ഒരു ബാത്റൂമിനകത്തെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ താഴത്തെ നിലയിലുള്ള 2 ബെഡ്റൂമുകൾ കണ്ടതിന് ശേഷം നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഓപ്പൺ കിച്ചണിലേക്കാണ്. ഇതിന്റെ എൻട്രൻസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഗ്രിപ്പുള്ള ഒരു സിമെന്റ് ഫിനിഷോട് കൂടി ഒരു ടൈലാണ് ഈ ഒരു ഭാഗത്ത് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ വന്നിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിന്റെ അറ്റ്മോസ്ഫിയർ എല്ലാം വന്നിട്ടാണെങ്കിലും അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് തന്നെയാണ് ടൈലുകളെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ടോപ്പ് വന്നിട്ട് കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ഒരു ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി ലഭിക്കുന്ന രീതിയിലാണ് ക്യാബിനറ്റ്സ് എല്ലാം തന്നെ അവർ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ 2 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്താണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത്. അങ്ങനെയുള്ള കുറച്ച് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇവിടെ ഇനി ഫിനിഷ് ചെയ്യാനായിട്ടുള്ളത്. ഈ കിച്ചണിന്റെ റൂഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈവൻ കിച്ചണിൽ പോലും അവർ നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കിച്ചണിന്റെ സ്പേസ് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെയും കൂടെ അഡീഷണൽ ആയിട്ട് കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണെങ്കിലും ഇതുപോലെ തന്നെ ചെറിയ കബോർഡുകളായിട്ടൊക്കെ ഒരു താഴെ തിരിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെയും നമുക്കൊരു സിങ്ക് ഫെസിലിറ്റി കൂടി ലഭിക്കുന്നുണ്ട്. നമുക്കിനി കാണാനുള്ളത് വീടിന്റെ ബാക്ക് സൈഡ് ആണ്. നമ്മൾ വീടിന്റെ 2 സൈഡിൽ നിന്നും വരുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു 2 സൈഡും വന്ന് എൻഡ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വർക്ക് ഏരിയ ചെയ്തെടുക്കാനുള്ള നല്ല സ്പേസ് ഉണ്ട്. ഇങ്ങനെ തന്നെ ഇടുവാണെങ്കിൽ നമുക്ക് ആളുകൾക്ക് പാസ് ചെയ്ത് പോകാനുള്ള നല്ല സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്.
നമ്മുടെ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ഈ സ്റ്റെപ്സ് എല്ലാം തന്നെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഹാൻഡ് റെയിൽസിന്റെ എല്ലാം ഔട്ടർ ഫ്രെയിം വന്നിട്ട് ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ടഫന്റെ ഗ്ലാസ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് മുകളിൽ എത്തുന്നത് വരെ ടഫന്റെ ഗ്ലാസ് ഇട്ട് വളരെ സേഫ് ആയിട്ടാണ് ഈ ഒരു ഏരിയ അവർ കവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ കടന്നു വന്ന വഴിയുടെ മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, മുകളിലൊക്കെ ലൈറ്റ് ഫെസിലിറ്റികളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് നല്ലൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ സൺലൈറ്റ് ആ ഭാഗത്ത് നിന്ന് വീടിനകത്തേക്ക് എൻ്റർ ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. സ്റ്റെപ്പ് കയറി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ അത്യാവശ്യം ഒരു വലിയ സ്പേസ് തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് അപ്പർ ലിവിംഗ് ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് TV യൂണിറ്റ് ഒക്കെ വയ്ക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാലും കാണാം, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മിനിമം വർക്കുകളാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ കുറച്ച് വയേഴ്സ് ഒക്കെ ഹാങ് ചെയ്ത് കിടക്കുന്നത് കാണാം. ഞാൻ അതാണ് പറഞ്ഞത്, ഇവിടുത്തെ ഫൈനൽ കുറച്ച് വർക്കുകൾ കൂടിയാണ് ഇനിയിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ TV യൂണിറ്റിന്റെ ഏരിയയിൽ നിന്നും ഈ ഒരു ഭാഗത്തേക്ക് നമുക്കൊരു ബെഡ്റൂം ഇവിടെ കിട്ടുന്നുണ്ട്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകളാണ് കണ്ടത്, മുകളിൽ 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ അത്യാവശ്യത്തിന് സ്പേസ് ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ബെഡ്റൂമും അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ആ ഒരു വലിയ വിൻഡോ, നമുക്ക് വലിയൊരു ഓപ്പണിംഗ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്തായിട്ടും അവിടെയൊക്കെ ആയിട്ട് വേറെയും നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാർഡ്രോബ് കിട്ടുന്നത്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലൊക്കെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലുള്ള വർക്കുകൾ നോക്കിയാലും കാണാം, ഫുൾ സീലിംഗ് വർക്കുകളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നല്ല സൗകര്യങ്ങളോട് കൂടിയ ബാത്റൂം ഒക്കെ തന്നെയാണ്. നമുക്ക് അവിടെ ഒരു ഗ്രേ കളറിലുള്ള ടൈലാണ് ബാത്റൂമിനകത്തൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും ഇവിടുത്തെ ഈ ലിവിംഗ് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം, ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്കൊക്കെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു സൺലൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു റൂമിൽ നമുക്ക് കാണാം, ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് 3 വിൻഡോസുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാലും നമുക്ക് കാണാം, നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ബാൽക്കണി കിട്ടുന്നുണ്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ നമുക്ക് നല്ലൊരു ബാൽക്കണിയാണ് കിട്ടുന്നത്. നല്ല നീളത്തിലുള്ള ഒരു സ്പേസ്, ലെങ്തി ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് വീടിന്റെ ആ ഒരു ഫ്രണ്ട് പോർഷനാണ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമുക്കിനിയിപ്പം ഇതിന്റെ ബാക്കിയുള്ള അകത്തുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം കണ്ട് നമ്മൾ ഈ ഒരു ലിവിംഗ് സ്പേസിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫൈനൽ ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ പോലെയൊക്കെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാം, ഒരുപാട് വിൻഡോസ് ആണ് ഇവിടെ നമുക്ക് കാറ്റ് വെളിച്ചമൊക്കെ കടക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാർഡ്രോബ് വരുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാലും കാണാം, നല്ല മിനിമൽ ആയിട്ടും ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെ തന്നെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒരു ലൈറ്റ് ഗോൾഡൻ കളറും ഒരു യെല്ലോ ഒക്കെ മിക്സർ ആയിട്ടുള്ള ഒരു കളർ, നല്ല ഭംഗിയുള്ളതും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളറാണ് ഇവിടുത്തെ ടൈലുകൾക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഫൈനൽ ബെഡ്റൂമിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു ഡോറ് കിട്ടുന്നുണ്ട്. അത് വന്നിട്ട് നമുക്കൊരു ചെറിയ ബാൽക്കണിയാണ്, നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ബാൽക്കണിയാണ്. ഇവിടെ നല്ലൊരു കാഴ്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വളരെ ഗ്രീനിഷ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് രാവിലെ സമയത്തൊക്കെ മോർണിംഗിലൊക്കെ നമുക്ക് എണീറ്റ് വന്നു കഴിയുമ്പോൾ കാണാൻ പറ്റിയ ഏറ്റവും നല്ല കാഴ്ചയാണ്. നമ്മുടെ കണ്ണിന് നല്ല കുളിർമ നൽകുന്ന ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതുപോലൊരു സ്ഥലത്ത് ഒരു വില്ല സ്വന്തമാക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ആളുകളുടെ ഒരു ആഗ്രഹമാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്നും മലയാളികൾ ഒരുപാട് പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ബെഡ്റൂം അങ്ങനെ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഈ ഒരു ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. ഹാളിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ കണ്ട ആ ഒരു സെയിം വ്യൂ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നുകൂടി കിട്ടുന്നുണ്ട്. ബെഡ്റൂം അല്ലാതെ ഉള്ള സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു ബാൽക്കണി സ്പേസ് കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഏകദേശം 2-3 ബാൽക്കണികളാണ് ഈ ഒരു വീടിന് നമുക്ക് കിട്ടുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ചെയർ ഇട്ടിരുന്നു കഴിഞ്ഞാൽ എന്താ പറയാ, മഴയൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ നല്ലൊരു വ്യൂ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്.
അപ്പൊ ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് നമുക്ക് നേരെ വന്നിരിക്കുന്നത് ഇപ്പൊ ഇവിടുത്തെ ഈ ഒരു റൂമിലേക്ക്, ഹാളിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇവിടെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളും മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമും, ടോട്ടൽ 4 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനായിട്ട് ഇവിടെ ഒരു റൂമും കൂടെ ഉണ്ട്. ഇത് നമുക്കൊരു റീഡിംഗ് റൂമായിട്ടോ സെർവന്റിനുള്ള റൂമായിട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. 4 ബെഡ്റൂം പ്ലസ് അഡീഷണൽ ഇങ്ങനെ റൂമും കൂടെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് വാർഡ്രോബും അറ്റാച്ച്ഡ് ബാത്റൂമും ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നല്ലൊരു ബെഡ്റൂമിനോട് ഒത്ത സ്പേസിൽ തന്നെയാണ് ഈ ഒരു റൂമും ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തൊക്കെ ആയിട്ട് നിറയെ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ നോക്കുവാണെങ്കിലും നല്ല വർക്കുകളൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നിട്ടാണ് നമുക്ക് മെയിൻ ബാൽക്കണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ബാൽക്കണി നമുക്ക് കിട്ടുന്നുണ്ട്. വീടിന്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ബാൽക്കണിയിൽ നിൽക്കുന്ന സമയത്താണ്. നമുക്ക് വീടിന്റെ ഫ്രണ്ടിൽ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ മുകളിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്നാൽ മെയിൻ ഗേറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ വീടിന്റെ എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയയാണ്. നമ്മൾ ഈ ഒരു ബെഡ്റൂമിൽ നിന്നൊക്കെ ഇറങ്ങി തിരിച്ച് ഈ ഒരു ഹാളിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. അവിടേക്ക് വരുമ്പോൾ ടൈലിനൊരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. അവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെറസ് വന്നിട്ട് ഏകദേശം ഓപ്പൺ ആയിട്ടൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാൻ പറഞ്ഞു ഇതൊരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റ് ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ സൗത്ത് വാഴക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്കൊരു മെയിൻ റോഡിൽ നിന്നൊക്കെ ഏകദേശം 900 മീറ്റേഴ്സ് മാത്രമാണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ദൂരം. ഇതിനകത്ത് 4 വില്ലകളാണ്. ഈ ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്ടിനകത്ത് വരുന്നത് 4 വില്ലകളാണ്. നമുക്ക് ഈ 4 വില്ലകൾക്കും കൂടെയുള്ള വെള്ളത്തിനുള്ള, അതായത് ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു കോമൺ കിണർ ഇവിടെയുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് പിന്നെ KWയുടെ വാട്ടർ കൂടിയാണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. നമുക്ക് ഓരോ വില്ലയിലും വന്നിട്ട് 2 വെഹിക്കിളുകൾ വെച്ച് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. അത് കൂടാതെ നമുക്ക് കോമൺ ആയിട്ടൊരു ചെറിയ സ്പേസ് കൂടി, ഒരു ഓപ്പൺ സ്പേസ് കൂടി നമുക്ക് ഈവനിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു വില്ലയുടെ അകത്ത് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിനകത്ത് 4 വില്ലകളാണ് നമുക്ക് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇന്ന് കാണിച്ചത് ഏറ്റവും ലാൻഡ് കൂടിയതും ഏറ്റവും കോസ്റ്റ് കൂടിയതുമായ ഒരു വീടാണ്. അപ്പം ഇതിന്റെ ലാൻഡ് എന്ന് പറയുന്നത് ഇന്നിപ്പോ നിങ്ങൾ കണ്ട വീഡിയോയിലുള്ള വീടിന്റെ ലാൻഡ് 5.5 സെന്റ് ആണ്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 2300 ആണ്. 4 BHK ആണ്. ഇതിന് വരുന്ന പ്രൈസ് 87 lakhs ആണ്. അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ടോട്ടലി പറയുകയാണെങ്കിൽ ഇതിനകത്തുള്ള വില്ലകളുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 72 lakhs ആണ്. 72 ലക്ഷം രൂപ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന വില്ലകളാണ് ഈ ഒരു പ്രൊജക്ടിനകത്തുള്ളത്. നമുക്ക് അതിന്റെ എല്ലാം ജസ്റ്റ് ഞാൻ ഷോർട്ട് ആയിട്ട് പറഞ്ഞു പോകാം. ഇതിനകത്ത് ഫസ്റ്റ് വില്ല വരുന്നത് 4.5 സെന്റ് ലാൻഡിലാണ്. 1650 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി ചെയ്തിരിക്കുന്ന ആ വില്ലയ്ക്ക് ഉദ്ദേശിക്കുന്ന റേറ്റ് 72 lakhs ആണ്. വില്ല നമ്പർ 2 ആകുമ്പോൾ നമുക്ക് 1685 ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. അത് ചെയ്തിരിക്കുന്നത് 4.5 സെന്റ് ലാൻഡിൽ തന്നെയാണ്. അതിന് 73 lakhs ആണ് പ്രൈസ് ഇട്ടിരിക്കുന്നത്. തേർഡ് വില്ല വന്നിട്ട് നമുക്ക് 5 സെന്റ് ആണ് ലാൻഡ് വരുന്നത്. അതിന് 1850 ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. 4 ബെഡ്റൂം തന്നെയാണ്. 77 lakhs ആണ് അതിന് ഉദ്ദേശിക്കുന്ന പ്രൈസ്. ഫോർത്ത് വില്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പരിചയപ്പെട്ട വില്ലയാണ്. ഇതാണ് ഏറ്റവും കൂടിയ ലാൻഡ് അളവ്. 5.5 സെന്റിൽ 2300 4 BHK പ്ലസ് അഡീഷണൽ ഒരു 1 റൂമും കൂടെ അഡീഷണൽ ആയിട്ടുണ്ട്. ഈ വിലയ്ക്ക് ഉദ്ദേശിക്കുന്നത് 87 lakh ആണ്. അപ്പൊ നമുക്ക് ഇതുപോലെ നല്ല ശാന്തസുന്ദരമായ ഒരു അറ്റ്മോസ്ഫിയറിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് 72 ലക്ഷം രൂപ തുടങ്ങി ഏകദേശം 87 ലക്ഷം രൂപ വരെ വിലയുള്ള വില്ലകളാണ് ഇതിനകത്തുള്ളത്. ഇതെല്ലാം തന്നെ ആർക്കിടെക്ചറൽ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും വാസ്തുപരമായിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ഈ വില്ലകളുടെയൊക്കെ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.